ഹലോ ഓൾ, വെൽക്കം ടു ദ നെക്സ്റ്റ് എഡിഷൻ ഓഫ് ദ മൂവി റിവ്യൂ. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പള്ളിച്ചട്ടമ്പിയെ കുറിച്ചാണ്. അപ്പോൾ പള്ളിച്ചട്ടമ്പിയുടെ ഇപ്പോൾ ട്രെയിലർ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 80s വൈബ് തോന്നുമായിരിക്കും. അതായത് പഴയ മമ്മൂട്ടി, ജോഷി, ഡെന്നിസ് ജോസഫ് സിനിമകളിലൊക്കെ വരുമല്ലോ. അതായത് ഒരാളൊരു ഗ്രാമത്തിലോട്ട് വരുന്നു, അവിടെ ഈ നാട്ടുകാരെ ഒരു കോമൺ എനിമിയെ ഫേസ് ചെയ്യാൻ റെഡി ആവുന്നു, ആൾക്കാരൊരു പീപ്പിൾ ഫേവറേറ്റ് ആവുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ട്, കുറച്ച് റൊമാൻസ് ഉണ്ട്, വേണമെങ്കിൽ ഒരു എക്സ്ട്രാ ഇമോഷണൽ ഇമ്പാക്റ്റിന് വേണ്ടി ഒരു ഡെത്ത് ഇടാം. ഏതാണ്ട് അതാണ് നമുക്ക് ആ ട്രെയിലറിൽ നിന്ന് കണ്ടത്. പിന്നെ ആ കൂട്ടത്തിൽ ഡിജോ ഇത് ഡയറക്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു പൊളിറ്റിക്കൽ എലിമെന്റ് എന്തായാലും അതിൽ ഇൻവോൾവ് ആയിരിക്കും. അത് ഏത് രീതിയിൽ പോകുമെന്നുള്ളത്, ഇപ്പോൾ ജനഗണമന പോലെ എഫക്റ്റീവ് ആവുമോ, എന്നാൽ അതേപോലെ മറ്റേ നിവിൻ്റെ ഏർലിയർ പടം പോലെ ഒരു അൺനെസസറി അല്ലെങ്കിൽ ഒരു ഇമ്പാക്റ്റ് ഇല്ലാതായിട്ട് പോവുമോ എന്നുള്ളൊരു ഇതൂടെ നമുക്ക് തോന്നും. താങ്ക്ഫുള്ളി ഈ പടത്തിൽ വരുമ്പോൾ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഈ ഒരു ഗ്രാൻഡ് മേക്കിങ്, പിന്നെ നല്ല ഗുഡ് തിയേറ്റർ സീക്വൻസസ് ഉണ്ട്. അതായത് നല്ല തിയേറ്ററിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു സെറ്റ് പറ്റം സീക്വൻസസ് ഉണ്ട്. പിന്നെ ജേക്സ് ബിജോയുടെ സ്കോർ. അപ്പോൾ അതെന്ന് വെച്ചാൽ പുള്ളി ചില്ലറയൊന്നുമല്ല ചെയ്തിരിക്കുന്നത്. കാരണം അതിനകത്ത് ഇപ്പം ഇമോഷണൽ ആണെങ്കിലും റൊമാൻസ് ആണെങ്കിലും ആക്ഷൻ സീക്വൻസ് ആണെങ്കിലും പുള്ളി എടുത്തിരിക്കുന്ന പണി വളരെ വൃത്തിക്കാണ് അത് നല്ല രീതിയിൽ വന്നിരിക്കുന്നത്. കാരണം അതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ നല്ല ഇതാണ്. പിന്നെ പെർഫോമൻസ് വൈസ് മെയിൻ താരം എന്ന് പറയുന്നത് ടൊവിനോ തന്നെയാണ്. ഹി ലുക്സ് എക്സ്ട്രീംലി ഫിറ്റ് ഫോർ ദിസ് റോൾ. ആൻഡ് ഓൾസോ പെർഫോമൻസ് വൈസ് വളരെ നല്ല സിൻസിയറായിട്ട് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ആക്ഷൻ ആണെങ്കിലും ഇമോഷണൽ ആണെങ്കിലും ഏതാണെങ്കിലും അത് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതൊന്നും പോരാഞ്ഞിട്ട് നല്ല ഇഷ്ടംപോലെ നല്ല തിരക്കേടില്ലാത്ത ആക്ഷൻ സീക്വൻസസ് ഉണ്ട്. അപ്പോൾ അതിനകത്തൊരു 1-2 ഒക്കെ എനിക്ക് തോന്നുന്നു ടുവേർഡ്സ് ദ എൻഡ് ആകുമ്പം ആ ഒരു സ്റ്റില്ല് വന്നതിലോ എന്തിലൊക്കെ ഒരു ചെറിയ പ്രശ്നം വന്നിട്ടുണ്ട്. ബട്ട് ജനറലി ഇറ്റ്സ് വെരി ഗുഡ്. പിന്നെ ഒരു കിടിലൻ ക്യാമിയോ ഉണ്ട്. ഇറ്റ് ഈസ് എ വെരി ഇമ്പാക്ട്ഫുൾ വൺ. ആൻഡ് ആ ഒരു തിയേറ്റർ ലിറ്ററലി ഒന്ന് കുലുക്കിയ ക്യാമിയോ ആയിരുന്നു. പ്രോബ്ലി ഇത് ഫസ്റ്റ് ഡേയും കൂടെ ആയതുകൊണ്ടായിരിക്കും അതിൻ്റെ ഒരു നടന്. ഇനി ഇതൊന്നും പോരാഞ്ഞിട്ട് ആ റൊമാൻസ് വരെ ഓക്കെ ആയിട്ടാണ് തോന്നിയത്. ആൻഡ് ദാറ്റ് ഇസ് എ ലോട്ട് താങ്ക്ഫുൾ ടു ദ ഗ്രേസ്ഫുൾ കയതു ഹു ഇസ് ദെയർ. കാരണം പുള്ളിക്കാരി നല്ലതായിട്ട് അത് ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ അത് വന്നിട്ടുണ്ട്. ഇനിയും പൊളിറ്റിക്സിൽ പറയുകയാണെങ്കിൽ അത് പ്രിവലൻ്റ് ആണ്. സിനിമയിൽ ഓൾ ത്രൂ പൊളിറ്റിക്സ് നല്ല രീതിയിലൊക്കെ തൊട്ടിട്ടുണ്ട്. പക്ഷേ പിന്നീട് എപ്പോഴും അത് ഫോക്കസ് ഷിഫ്റ്റ് ചെയ്ത് ഇറ്റ് ഷിഫ്റ്റ്സ് ടു ദ പീപ്പിൾ, ദ ലാൻഡ്. അപ്പം അങ്ങനെ വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. കാരണം അങ്ങനെ ഏതെങ്കിലും ഒരു സൈഡിൽ ഇൻക്ലിനേഷൻ എടുക്കുന്നു എന്നല്ല. ആരെയും ഇത് സൂചിപ്പിച്ചിട്ടില്ലെന്നല്ല, ചില സീക്വൻസ് കാണുമ്പോൾ നമുക്ക് പർട്ടിക്കുലർലി മനസ്സിലാവും. പക്ഷെ അതൊക്കെ വലിയ കുഴപ്പമില്ല, അതിനത് വേർത്തായിട്ട് പോയിട്ടുണ്ട്. പക്ഷെ ഇതിലൊരു മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഈ പ്ലോട്ട് ഭയങ്കര ഫെമിലിയർ ആണ്. നമ്മൾ പണ്ട് മുതൽക്കേ കണ്ട് മടുത്ത്. അതുകൊണ്ട് നമുക്കറിയാം ഇതിൽ എന്താണ് വരാൻ പോകുന്നത്, എങ്ങനെയാണ് അതിൻ്റെ മൂവ്മെന്റ് എന്നുള്ളത് നമുക്ക് നല്ല രീതിയിൽ. പിന്നെ ശരിക്കും പറഞ്ഞൊരു ടെംപ്ലേറ്റഡ് നറേഷനാണ്. ഓക്കെ, ഇത് സംഭവിച്ചു, നെക്സ്റ്റ് ഇത് അവസാനം ഇങ്ങനെ വരും, കറങ്ങിത്തിരിഞ്ഞ് ഇങ്ങനെ വരും. അതിൽ നിന്നൊരു അല്ലറ ചില്ലറ വ്യത്യാസം ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ മറ്റേ ആ അവസാനം ഒരു സെക്കൻഡ് ഹാഫിൽ കൊണ്ടുവന്ന ഒരു ചെറിയ ഒരു രീതിയിലുള്ള പേഴ്സണൽ വെൻഡേറ്റ, അങ്ങനത്തെ ചെറിയ എലിമെന്റ്സ് ആണ് ഇതിൽ കൊണ്ടുവന്നത്. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നതാണ് ബേസിക്കലി യു വിൽ ഫീൽ ലൈക്ക് ദ മൂവി വിൽ നെവർ ഗെറ്റ് ഓവർ ദ ലൈൻ. അങ്ങനെ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിട്ട് ദാറ്റ് ദിസ് ഇസ് ഗോയിങ് ടു ബി എ ഗ്രേറ്റ് സക്സസ് എന്നൊരു ഫീലിംഗ് നമുക്ക് അവിടെ വെച്ചാണ് കിട്ടുന്നത്. അപ്പോൾ ആകെ മൊത്തത്തിൽ നോക്കിയാൽ ഈ ഫാമിലി ഡ്രാമ മൊത്തത്തിൽ ഇഷ്ടപ്പെടുന്നവർക്ക്, ഈ തിയേറ്റർ മോമെന്റ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ സിനിമ ഒരു രസമായിരിക്കും. കാരണം ഒരു ടൈം പാസ് ഇതായിട്ട് പോകും, വലിയ കുഴപ്പമില്ലാതെ പോകും. പക്ഷെ ഒരു പറ്റം ആൾക്കാർക്കെങ്കിലും ഇതിനകത്തുള്ള ക്ലീഷേ സ്റ്റഫ് ഓൺ ഓഫർ ഇസ് ഗോയിങ് ടു ബി എ ഡാമർ. സോ ടിൽ വി കം ബാക്ക് വിത്ത് ദ നെക്സ്റ്റ് റിവ്യൂ, താങ്ക് യു ആൻഡ് ബൈ.